Good morning. In this video, I would like to share some of the classical ideas related to price level determination and the quantity theories of money. Um, this classical theory of price level determination, it is also known as the quantity theory of money or the classical theory of aggregate demand. അപ്പോൾ ആ പേരുകളിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ പറയുന്നതെന്നാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ഇൻ ദ ലാറ്റർ പാർട്ട് ഓഫ് 19th century or in the earlier part of 20th century. നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലാണ് ഓൾമോസ്റ്റ് ഓൾ ദ ക്ലാസിക്കൽ തിയറീസ് ഡെവലപ്പ് ചെയ്തത്. ആദം സ്മിത്ത് മുതൽ അല്ലെങ്കിൽ ആ 19th സെഞ്ച്വറിയുടെ അവസാനം മുതൽ 20th സെഞ്ച്വറി ആദ്യ കാലഘട്ടം വരെ ലൈക്ക് മാർഷൽ പിഗു ആ ഒരു കാലഘട്ടം വരെ നമ്മൾ ഈ ഒരു ക്ലാസിക്കൽ പീരീഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ കാലഘട്ടത്താണ് ഈ ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ അതേപോലെ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഡെവലപ്പ് ചെയ്തത്. ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷനിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഇതാണ്: പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദറ്റ് ക്വാണ്ടിറ്റി ഓഫ് മണി, അല്ലെ പണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ മണി സപ്ലൈ ആണ് പ്രൈസ് ലെവൽ തീരുമാനിക്കുന്നത്. നോർമലി മണി സപ്ലൈ ഇൻ ആൻ എക്കോണമി ഈസ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ബാങ്ക്. ഈ സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദ മണി സപ്ലൈ മീൻസ് the price will also be increased in proportionate manner, and if it is decreased means the price level decreases, and if it maintains a stable position means the price will also be constant. അപ്പോൾ അവിടെ ഒരു ഡിറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പാണ് പ്രൈസ് ലെവലും ക്വാണ്ടിറ്റി ഓഫ് മണിയും തമ്മിലുള്ളത്. അതാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ മെയിനായിട്ടും പറയുന്ന ഒരു ആശയം. ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയും ഈ ഒരു ബേസിക് കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് അതും ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെയർഫോർ വി ക്യാൻ സേ പ്രൈസ് ലെവൽ ഇൻ ആൻ എക്കോണമി ഈസ് ഡിറ്റർമിൻഡ് ബൈ the quantity of money. Higher the quantity of money, higher will be the price level. Lower the quantity of money, lower will be the price level. അപ്പോൾ നമുക്ക് തന്നെയാണ് നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയുടെ ലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്കോണമിയിൽ പണത്തിൻ്റെ അളവ് അല്ലെ മണി സപ്ലൈ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ വാങ്ങുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം പ്രൈസ് കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ജനറലായിട്ട് ഇൻഫ്ലേഷൻ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അപ്പം പണപ്പെരുപ്പം. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ളൊരു ഇൻക്രീസ് മണി സപ്ലൈയിൽ വരുന്നതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് പ്രൈസ് ലെവലിലും സംഭവിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി. And actually this quantity theory of money was originally propounded by Jean Bodin, a social philosopher of France. And it was he who developed or introduced this idea of quantity theory of money. Later this idea was refined by the classical economists like David Ricardo, David Hume, J.S. Mill, etc. അപ്പോൾ അവരൊക്കെ അവരുടേതായ വേർഷൻസ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവരികയുണ്ടായി. And the modern theory of quantity theory of money was introduced by Irving Fisher and Pigou and some other associated economists like Marshall, etc. അപ്പോൾ അതുകൊണ്ട് രണ്ട് വേർഷൻസ് ഉണ്ട് നമ്മുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ. ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ഡെവലപ്ഡ് ബൈ ഇർവിൻ ഫിഷർ ആൻഡ് ക്യാഷ് ബാലൻസ് അപ്രോച്ച് ഓഫ് AC Pigou. And this quantity theory of money explains the effect of change in money supply or quantity of money on price level. അപ്പോൾ മണി സപ്ലൈയിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് പ്രൈസ് ലെവൽ എങ്ങനെ മാറും, അതനുസരിച്ച് പണത്തിൻ്റെ വാല്യൂയിൽ എന്ത് മാറ്റം സംഭവിക്കും, അതാണ് ഈ മോഡലിൽ അവർ പറയുന്നത്. ഇനി ഫസ്റ്റ് ലെറ്റ്സ് സീ ദ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ഡെവലപ്ഡ് ബൈ ഇർവിൻ ഫിഷർ, or it is a Fisher's version of quantity theory of money.
and it was introduced in 1911 in his famous book Purchasing Power of Money, and it was published in 1911. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്താണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്, ഈ മണി സപ്ലൈ ക്വാണ്ടിറ്റി തിയറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം, അല്ലെ മണി സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി ആയിട്ട് നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ ദിസ് തിയറി ഹി മെയിൻലി ഫോക്കസസ് ഓൺ പർട്ടിക്കുലർ കൺസെപ്റ്റ് കോൾഡ് വൈ പീപ്പിൾ സ്പെൻഡ് മണി ഫോർ ദ വേരിയസ് പർപ്പസ്. എന്തുകൊണ്ടാണ്, എങ്ങനെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റ് ബേസ്ഡാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദ ട്രാൻസാക്ഷൻ വെലോസിറ്റി അപ്രോച്ച് ടു ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി എന്നും ഈ തിയറി അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി the Fisher's version of quantity theory of money is essentially based on the function of money as a medium of exchange. പണത്തിൻ്റെ പല ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. മണി സപ്ലൈയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അപ്പം പണത്തിൻ്റെ പല ഫങ്ഷൻസിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണി ഈസ് ടു ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആണെങ്കിലും എല്ലാ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനുള്ള ഒരു മീഡിയം, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ പണത്തെ ഇപ്പോഴും കാണുന്നത്. പണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, മണി ഈസ് ഡിമാൻഡഡ് നോട്ട് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് ബട്ട് ടു എക്സ്ചേഞ്ച് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അതിൻ്റെ എക്സ്ചേഞ്ചിനാണ് പണം നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ കമ്മിങ് ടു ദ തിയറി, according to the Fisher's version of or cash transaction approach to quantity theory of money, the purchasing power of money depends on the quantity of money. The purchasing power of money means the real value of money. That depends on the quantity of money. In other things remaining same, the quantity of money is doubled, the value of money will be halved. And the quantity of money is halved, the value of money will be doubled. നമുക്കറിയാം, എക്കോണമിയിൽ പണത്തിൻ്റെ അളവ്, അല്ലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി അവിടെ എന്തായിരിക്കും സംഭവിക്കുക, പണപ്പെരുപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ പണത്തിൻ്റെ മൂല്യം എന്താണ് സംഭവിക്കുക, മൂല്യം കുറയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന പ്രോഡക്റ്റുകൾ പലതും ഇപ്പോൾ നമുക്ക് 100 രൂപ കൊടുത്താൽ കിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു. എന്തുകൊണ്ടാണ് മൂല്യം കുറഞ്ഞത്? പണത്തിൻ്റെ അളവ് വർദ്ധിച്ചപ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേന് നമുക്ക് ആ 100 രൂപ കൊണ്ട് ഇപ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ റിലേഷൻഷിപ്പാണ് അദ്ദേഹം ഈ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് മണി ആൻഡ് പ്രൈസ് ലെവൽ ഈസ് ഡിറക്റ്റ്. ദാറ്റ് മീൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദർ ഈസ് എ പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ലെവൽ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മണി. When the quantity of money increases, price level also increases. When the quantity of money decreases, price level also decreases. And accordingly, other things remaining unchanged, the quantity of money in circulation increases, the price level also increases in direct proportion, and the value of money decreases. അതാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച്, അല്ലെങ്കിൽ ഫിഷേഴ്സ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആശയം. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ കൂടും. പ്രൈസ് ലെവൽ കൂടുമ്പോഴത്തേനും പണത്തിൻ്റെ മൂല്യം, വാല്യൂ കുറയും. ഇതാണ് ഇതിൽ ഈ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദർ ഈസ് quantity theory of money is showing that there is a direct and proportionate relationship between price level and money supply. Okay, so this can be understood from the figure. Here money supply is, the quantity of money is measured on x-axis, price level is on y-axis. ക്വാണ്ടിറ്റി ഓഫ് മണി M1 നിന്നും M ൽ നിന്ന് M2 ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ OP നിന്നും OP2 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് മണി M ൽ നിന്ന് M1 ആയിട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ OP നിന്നും OP1 ആയിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രൊപ്പോർഷനേറ്റ് റിലേഷൻഷിപ്പാണ്, ഈക്വൽ ഇൻക്രീസും ഡിക്രീസുമാണ് അവിടെ വന്നിരിക്കുന്നത്.
So this is a basic idea of basic idea propounded by Fisher in his version of quantity theory of money. ഇനി അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് അദ്ദേഹം പറയുന്നത് the value of money is determined by the demand for and supply of money. പണത്തിൻ്റെ ഡിമാൻഡ് സപ്ലൈയും കൂടെ കൂടിയാണ് വാല്യൂ ഓഫ് മണി ഡിറ്റർമിൻ ചെയ്യുന്നതെന്നാണ് ഫിഷർ പറയുന്നത്. അതിന് അദ്ദേഹം അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ഇൻ ദ ബിഗിനിങ് ലെറ്റ്സ് സീ ദ സപ്ലൈ ഓഫ് മണി. സപ്ലൈ ഓഫ് മണി എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളാണ് സപ്ലൈ ഓഫ് മണിയുള്ളത്. ഒന്ന് കറൻസി, കോയിൻസ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്. ഈ 3 കാര്യങ്ങളാണ് സപ്ലൈ ഓഫ് മണിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഈ 3 ഘടകങ്ങളും അതോടൊപ്പം തന്നെ വേറൊരു കൺസെപ്റ്റ് കൂടി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ സപ്ലൈ ഓഫ് മണി ഓവർ എ പീരിയഡ് ഓഫ് ടൈം we should take into consider its velocity of circulation. That means the number of times a currency changes hands. എത്ര തവണ ഒരു കറൻസി ആൾക്കാരുടെ ഇടയിലൂടെ കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ റിസർവ് ബാങ്ക് ഒരു 100 കോടി രൂപ പ്രിൻ്റ് ചെയ്ത് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ 100 കോടി രൂപ അല്ലെങ്കിൽ അത് ഒരു മറ്റു അതിൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടുന്നുവെന്ന് അസ്യൂം ചെയ്യാം. ആ 1 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു കമ്പനി തുടങ്ങുന്നു. ഓക്കെ, അപ്പോൾ ആ 1 കോടി രൂപ ആ കമ്പനിക്ക് വേണ്ട ആ കമ്പോണൻസ് വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ 1 കോടി രൂപ മറ്റു കുറേ ആൾക്കാരുടെ കൈവശം ചെയ്യുന്നു. അവർ ഈ പറയുന്ന പോലെ വീണ്ടും അവരുടെ ആവശ്യത്തിനായിട്ട് കുറേ റോ മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുന്നു. അത് മറ്റു കുറേ ആൾക്കാരുടെ കയ്യിലെത്തുന്നു. അവരത് സ്പെൻഡ് ചെയ്യുന്നു. അത് വീണ്ടും മറ്റൊരാളുടെ കയ്യിലെത്തുന്നു. അപ്പോൾ അങ്ങനെ എത്ര തവണ ഈ കറൻസി ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കൈവശം എത്തിച്ചേരുന്നു. അതാണ് നമ്മൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് കറൻസി ചേഞ്ചസ് ഹാൻഡ്സ്. അപ്പം ഈ വെലോസിറ്റി ഓഫ് സർക്കുലേഷനും മണി സപ്ലൈ അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം, ഈ 3 കറൻസി, കോയിൻസ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ മണി സപ്ലൈ ഒരു കാലഘട്ടത്തിൽ ഓവർ ദ പീരീഡ് നമുക്ക് കിട്ടും. അപ്പം ടോട്ടൽ മണി സപ്ലൈ ഈസ് ഡിനോട്ടഡ് ആസ് MB. M means the currency, coins and demand deposit into the number of times this currency is circulated among the hands of various people. അതാണ് ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത്. സോ മണി സപ്ലൈ ഈസ് ഈക്വൽ ടു MV in Fisher's version. Then demand for money. According to Fisher, money is demanded for mainly for transaction purpose. The beginning itself he has stated that he has taken the function of money as a medium of exchange. ട്രാൻസാക്ഷൻ പർപ്പസിനാണ് പണം ഉപയോഗിക്കുന്നത്. ഓക്കെ, മണി ഈസ് നോട്ട് ഡിമാൻഡഡ് ഫോർ ഇറ്റ്സ് ഓൺ sake but for the purchase of goods and services. This is what Fisher says. Then therefore the demand for money equals the total value of goods and services transacted. നമ്മൾ പറഞ്ഞു പണം ഡിമാൻഡ് ചെയ്യുന്നത് ടോട്ടൽ ട്രാൻസാക്ഷന് വേണ്ടിയാണ്, ട്രാൻസാക്ഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പം ടോട്ടൽ മണി ഡിമാൻഡ്, എത്രമാത്രം പണം ഡിമാൻഡ് ചെയ്തു എന്നറിയുന്നതിന് വി നീഡ് ടു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ വോളിയം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസാക്റ്റഡ്. ഓക്കെ, എത്രമാത്രം കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മളിവിടെ ട്രാൻസാക്ഷൻ നടത്തി, അതിൻ്റെ വാല്യൂ ആയിരിക്കും ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നത്. So we can estimate the total value of we can calculate the demand for commodity by multiplying the total number or quantity of the goods and services transacted into its price level. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റീസിനെ അതിൻ്റെ പ്രൈസ് ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എത്ര വാല്യൂ അല്ലെ എത്രമാത്രം കമ്മോഡിറ്റി, എത്രമാത്രം വാല്യൂ ഉള്ള കമ്മോഡിറ്റി ട്രാൻസാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ എത്രമാത്രം പണം ഡിമാൻഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പണം ഡിമാൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ട്രാൻസാക്ഷൻ പർപ്പസിന്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എത്രയാണ്? ടോട്ടൽ മൊത്തത്തിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡ് ചെയ്തു അതിൻ്റെ പ്രൈസ് ലെവൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഡിമാൻഡ് ഫോർ മണി കിട്ടും.
So the demand for money in Fisher's version is PT. Stands for price level. T stands for the total volume of goods and services transacted. From this, we get the famous Fisher's equation, and according to Fisher, the value of money is determined by the demand for and supply of money. And so this can be written as equilibrium is reached, or the price value of money is determined at the point price demand for money equals supply of money. And it is demand for money is equal to PT, and supply of money is equal to MB. So the price level is determined at the point MP is equal to PT, or P is equal to MV divided by T. So this is a famous Fisher's equation. അപ്പോൾ ഇതിൽ എം എന്ന് പറയുന്നത് മണി സപ്ലൈ, വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ, പി എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ, ടി എന്ന് പറയുന്നത് ടോട്ടൽ വോളിയൂം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രാൻസാക്റ്റഡ്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷൻ വരുന്നത്. പിന്നീട് അദ്ദേഹം ഇതിനൊരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നു. He added the credit money and its circulation. Credit money means the money which we borrow as a credit, and also its circulation, and it is denoted as അതിൽ ക്രെഡിറ്റ് മണി എന്ന് പറയുമ്പോൾ എം ഡാഷ്, വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ വി ഡാഷ്, അതിൻ്റെ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ. സോ ഹി എക്സ്റ്റെൻഡഡ് ഹിസ് ഇക്വേഷൻ ആസ് പി ഈസ് ഈക്വൽ ടു എം വി. എം വി മീൻസ് total money supply plus M dash V dash. That means മണി സപ്ലൈയുടെ ക്രെഡിറ്റ് മണിയുടെ സപ്ലൈയും അതിൻ്റെ വെലോസിറ്റിയും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ, മോഡിഫൈഡ് ഇക്വേഷൻ നമുക്ക് കിട്ടും, ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇഫ് അതർ കമ്പോണൻസ് ഓഫ് other components remain same. That means other components means M dash, V dash, V and T remain same. The price level as money supply increases, the price level also increases, and the value of money will be decreased, and vice versa. ഇതാണ് ഈ ഫേമസ് ആയിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ ഫിഷർ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പം മറ്റ് ഘടകങ്ങൾ സ്ഥിരമായിട്ട് നിന്നാൽ ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ചും അത് സംഭവിക്കും. So this is a famous cash transaction approach to demand for money. Then it is having some criticisms. So first one is it is statistically very difficult to measure the value variables like M, V and T. Then another criticism is that the variables like V and T are not constant assumed in the theory. നമ്മളിതിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം പക്ഷേ അതൊരിക്കലും റിയാലിറ്റി കനോട്ട് ബി കോൺസ്റ്റൻറ്റ്, ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ്. Then another criticism is the quantity theory assumes that the variables like M, V and T are independent, but they are interdependent, not independent. Then another criticism is Fisher consider money only as a medium of exchange. He ignores the store of value function of money. അത് മണി മീഡിയം മാത്രമായിട്ടല്ല, നമുക്ക് പണം വെൽത്ത് സ്റ്റോർ ചെയ്യുന്നതിന് പണം ഉപയോഗിക്കാം. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയേക്കാണ്. Then the direct relationship between quantity of money and price level is not always true. If additional money supply is hoarded, ഇപ്പോൾ ആൾക്കാർ കുറേ പൂഴ്ത്തി വയ്ക്കുക, ഇത് എക്കോണമിയിലേക്ക് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ മണി സപ്ലൈ കൂടിയാലും അതിൻ്റെ ഇമ്പാക്റ്റ് മണി എക്കോണമിയിൽ ഉണ്ടാകുന്നില്ല. അതാണ് മറ്റൊരു ക്രിറ്റിസിസം പറയുന്നത്. Then it explains the determination of general price level and fails to explain the relative prices. ഒരു നോമിനൽ പ്രൈസിനെ കുറിച്ച് ഇത് പറയുന്നത്, റിയൽ പ്രൈസിനെ കുറിച്ച് ഇത് ഒന്നും പ്രതിപാദിക്കുന്നില്ല. അതാണ് മറ്റൊരു ക്രിറ്റിസിസം. Then second approach is cash balance approach to quantity theory of money, which was associated with the name of ACP group. And this is an extended version in these famous cash balance approach to quantity theory of money, or Cambridge equation
a Cambridge version. And this famous theory was also derived from the equation of exchange, that is M is equal to PT. ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഈ ഒരു തിയറിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. By solving this equation, we can write it as M is equal to PT by V. Then it can also be written as M is equal to 1 by V into PT. Here M is money supply, V is velocity of circulation, PT is a to demand for money, or it is price level, P is the price level, T is the total volume of goods and services transacted. And here 1 by V means it is a reciprocal of velocity of circulation. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ്റെ ഓപ്പോസിറ്റാണ് 1/v എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഇപ്പം വിയുടെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഇതിൻ്റെ മൂല്യം കുറയും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് കെ. 1/v ക്യാൻ ബി ഡിനോട്ടഡ് ആസ് കെ. ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ ദ ഫ്രാക്ഷൻ ഓഫ് ആനുവൽ സെയിൽസ് വോളിയം ഹെൽഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ബാലൻസ്. അപ്പോൾ ഇതൊരു സ്റ്റോർ ഓഫ് വാല്യൂ ഫങ്ഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിയറി ഓഫ് ഈ ഒരു ഡിമാൻഡ് തിയറി ഈ പറയുന്ന പിഗു കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കെ എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടോട്ടൽ വോളിയത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ ക്യാഷ് ആയിട്ട് ഐഡിൽ ക്യാഷ് ബാലൻസ് ആയിട്ട് കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യും, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് കൈവശം വയ്ക്കുന്നില്ല, കയ്യിൽ നിന്നും മറ്റ് കൈകളിലേക്ക് മാറുകയാണ്. Here the K stands for the idle cash balance in our hand. So we can say this is just opposite to reciprocal of or inverse of circulation. Total if the value of V increases, നമ്മുടെ കൈവശമുള്ള ഐഡിൽ ക്യാഷ് ബാലൻസ് എന്തായാലും ചെയ്യാം, അത് കുറയും. ഈ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൈവശമുള്ള ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇവ തമ്മിൽ ഉള്ളത്. ഓക്കെ, ഇനി ദിസ് തിയറി ഓൾസോ സേസ് ദി ഡിമാൻഡ് ഫോർ മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ decreases. The demand for money and the demand for money as a medium of exchange increases. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ അദ്ദേഹം പറയുന്നത് സ്റ്റോർ ഓഫ് വാല്യൂ ഇതിന് വേണ്ടിയുള്ള ഇപ്പം നമ്മുടെ ഡിമാൻഡ് ഫോർ മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ, ദാറ്റ് മീൻസ് ഐഡിൽ ക്യാഷ് ബാലൻസ് നമ്മുടെ കൈവശം ഇരിക്കുന്നത് ഡിക്രീസ് ചെയ്യും എന്നാണ് പിഗുവിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഐഡിയ. സോ because K is it's an index of the store of value, or it is the index of the idle cash balance in our hand. It's index of the demand for money as a store of value. Okay, when K increases, the velocity of circulation will be reduced and idle cash balance okay, if K increase, velocity of circulation decreases, because and also the idle cash balance will, because the idle cash balance will not be entering into the economy. അതിന് കാരണം നമ്മൾ തിയറി പറഞ്ഞ ഇതാണ്, നമ്മുടെ ഇത് രണ്ട് ഫങ്ഷൻ, മണിയുടെ രണ്ട് ഫങ്ഷൻ എടുക്കുന്നുണ്ട്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ. ഇപ്പോൾ നമ്മൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഡിമാൻഡ് ഫോർ മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇൻക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഫോർ മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ദ കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേനും വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ദി ഐഡി മണി യൂസ്ഡ് ആസ് ഐഡി ബാലൻസ് വിൽ ബി റെഡ്യൂസ്ഡ്. ഇതാണ് അവരുടെ മറ്റൊരു മെയിനായിട്ടുള്ളൊരു ആശയം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിനെയും ക്യാഷ് ബാലൻസ് അപ്രോച്ചിനെയും മെയിനായിട്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ച് ഹാഡ് ടേക്കൻ ഇൻ ടു അക്കൗണ്ട് ഓൺലി മണി ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, ദാറ്റ് ഡിഡൻറ്റ് കൺസിഡർ മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ്, അത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ആ രണ്ട് ഫങ്ഷനും ഇതിന് ഈ ഒരു ഡയഗ്രത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുത്ത ഫേമസ് ക്യാഷ് ബാലൻസ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ the left hand side of the equation shows the money supply of money, and the right hand side of the equation shows the demand for money. And at a given point, given time
People hold a certain amount of cash balance sufficient to purchase given volume of goods and services. This may be a fraction of real income. അപ്പം therefore മണി ഈസ് ഡിമാൻഡഡ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. അപ്പോൾ അതിനുകൊണ്ട് ഇതേപോലെ ഇത് ട്രാൻസാക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയത്ത് ആൾക്കാരെല്ലാവരും എന്താണ് ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ഇൻകം അവരുടെ കൈവശം ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കും. അപ്പം അതുകൊണ്ട് മണി ഈസ് ഡിമാൻഡഡ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ, ഇങ്ങനെയാണ് അവർ പറയുന്നത്. ആസ് എ കൺക്ലൂഷൻ ദി ഓൾസോ സജസ്റ്റഡ് ദാറ്റ് an increase in the cash balance would result in an increase in the price level and vice versa. And the cash balance approach to quantity theory also states that a direct and proportional relationship between money supply and price level. അപ്പോൾ ഇവരും ഈ പറയുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ അപ്രോച്ചിൽ ഫിഷർ പറഞ്ഞ പോലെ തന്നെ ഒരു കൺക്ലൂഷനിലേക്കാണ് ക്യാഷ് ബാലൻസ് അപ്രോച്ചിൽ പിഗും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ദർ ഈസ് എ ഡയറക്റ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി സപ്ലൈ ആൻഡ് പ്രൈസ് ലെവൽ. ആൻഡ് ഓൾസോ നമ്മുടെ ഐഡിൽ ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി ആസ് എൻ സ്റ്റോർ ഓഫ് വാല്യൂ, ഈ ഐഡിൽ ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ പ്രൈസ് ലെവൽ എന്തായിരിക്കും? പ്രൈസ് ലെവൽ ഓൾസോ ഇൻക്രീസസ് and vice versa. So there is a direct and proportional relationship between supply of money and price level. So this is a cash balance approach to demand for money explained by Pico. അപ്പോൾ ഇങ്ങനെ ഇത്രയും തിയറീസാണ് നമ്മൾ ഈ പറയുന്ന ക്ലാസിക്കൽ തിയറി ഓഫ് പ്രൈസ് ലെവൽ ഡിറ്റർമിനേഷനിൽ നമ്മൾ പറയുന്നത്. പ്രൈസ് ലെവൽ എന്തുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഓഫ് മണി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും, വാല്യൂ ഓഫ് മണി ഡിക്രീസ് ചെയ്യും. അതാണ് ക്ലാസിക്കൽ എക്കണോമിക്സുകളിലെ മെയിനായിട്ടുള്ള മറ്റൊരു ഐഡിയ. ഓക്കെ, താങ്ക് യു.